ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. 84 സങ്കീർത്തനം 5 വാക്യം വായിച്ചു കേൾക്കാം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ദൈവത്തിന് മഹത്വം. ഒരു ദൈവവൈതലിന്റെ ബലം എന്താണ്? അതാണ് നമ്മുടെ ധ്യാന വിഷയം. സങ്കീർത്തനക്കാരൻ അനുഭവിച്ചുകൊണ്ട് പറയുന്നു, ബലം ദൈവത്തിലുള്ള മനുഷ്യനാണ് ഭാഗ്യവാൻ. ആ ഭാഗ്യാവസ്ഥ അവനെ സത്യത്തിൻ്റെ പാതയിലൂടെ നടത്തി സ്വർഗീയ സിയോനിൽ എത്തിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായും സ്പഷ്ടമായും ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ ആ ബലത്തെക്കുറിച്ച്, ആ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പിയർ 4:13. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഞാൻ ഒന്നിനും മതിയാവുന്നവനല്ല, ഞാൻ ബലഹീനനാണ്, ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും എന്ന് പറഞ്ഞതായ പൗലോസ്ലീഹ പറയുന്നത്, ബട്ട് ദെയർ ഇസ് എ സോഴ്സ് വിച്ച് സ്ട്രെങ്തൻ മീ. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഒരു ദൈവവൈതലിന്റെ ബലം? ദി സ്ട്രെങ്ത് ഓഫ് എ ബിലീവർ. പൗലോസ്ലീഹ അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തിരം ഞാൻ സകലത്തിന് മതിയായവനാകുന്നു. കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു യോഹന്നാൻ 15, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു ദൈവവൈതലിന് ദൈവത്തിൽ നിന്ന് അകന്നും ദൈവത്തിൽ നിന്ന് മാറി നിന്നും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നാം എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. പൗലോസ്ലീഹയുടെ പ്രാർത്ഥനയും അതാണ് കൊലോസ്യർക്ക് വേണ്ടി. എന്താണ് പൗലോസ്ലീഹ കൊലോസ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? 1 അധ്യായത്തിന്റെ 11 വാക്യം, കൊലോസ്യർ 1:11. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും. പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നാണ് കൊലോസിയുള്ള ദൈവമക്കൾക്ക് വേണ്ടി പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്. ഇന്നുള്ള ശക്തി പോരാ, ഇന്നുള്ള ബലം പോരാ, ഇന്നുള്ള ആശ്രയം പോരാ, പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. ദൈവമക്കളെ, നാം എല്ലാവരും ബലഹീനരല്ലേ? നമുക്കെന്താ കഴിവുള്ളത്? നമുക്കെന്താ ശക്തിയുള്ളത്? നമുക്ക് എന്തിലാണ് ആശ്രയിക്കാനുള്ളത്? നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമാണോ? നിമിഷ നേരത്തിനുള്ളിൽ അത് ഇല്ലാതാകാം. ധനത്തിൻ്റെ കരുത്താണോ? എത്രയോ ധന്യരായിരിക്കുന്ന, ധനാഢ്യരായിരിക്കുന്ന ആളുകൾ പൊട്ടിപ്പൊളിഞ്ഞ് അവസാനം നിരാശയിലായി. ദൈവമക്കളെ, ആൾബലത്തിലാണോ? രാഷ്ട്രീയ സ്വാധീനത്തിലാണോ? അതെല്ലാം നമ്മെ കൈവിട്ടു പോകും. എന്നാൽ നമ്മെ എല്ലാ രംഗത്തും ബലത്തോടെ നിർത്തുന്നതായ ഒരു ശക്തിയുണ്ട്. അതെൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബലമാണ്. നന്ദിയോടെ സ്തോത്രം. നമുക്ക് അല്പസമയം ധ്യാനിക്കാം. ബലഹീനരായ നമ്മെ ശക്തിപ്പെടുത്തുന്ന മുഖാന്തരങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് എങ്ങനെയെല്ലാം ഒന്ന് ബലപ്പെടാം? കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. ഏതെല്ലാം വിധത്തിൽ ഒരു പാവപ്പെട്ട ബലഹീനനായി ദൈവവൈതലിൻ്റെ ബലം പ്രാപിക്കാം? എങ്ങനെയെല്ലാം ബലപ്പെടാം? ബലപ്പെടാനുള്ള മുഖാന്തരങ്ങൾ എന്തെല്ലാമാണ്? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10 അധ്യായത്തിന്റെ 6 വാക്യം വളരെ വ്യക്തമായിട്ട് പ്രവാചകൻ പറയുകയാണ് എങ്ങനെ ബലം പ്രാപിക്കാം. യഹോവേ, നിന്നോട് തുല്യനായവൻ ആരുമില്ല, നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ബലത്തിൽ വലിയതായത് എന്താണ്? ദൈവത്തിൻ്റെ നാമമാണ്. ദൈവത്തിൻ്റെ നാമമാണ്. അത് ദൈവം തന്നെയാണ്. ദൈവമക്കളെ, അത് വളരെ പ്രകടമായും വ്യക്തമായും വെളിപ്പെടുന്നതായ ഒരു രംഗമുണ്ട് പഴയ നിയമത്തിൽ. 1 ശമൂവേൽ 17 അധ്യായം. ഫിലിസ്ത മല്ലൻ ഗോലിയാത്ത് തൻ്റെ ഇടത്തോടെ പ്രാഗൽഭ്യത്തോടെ നട്ടെല്ല് നിവർത്തി അവൻ്റെ കരുത്തിൽ, അവൻ്റെ ബലത്തിൽ ഹുങ്ക് പ്രാപിച്ചുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്, ആരെങ്കിലും ഉണ്ടോ എന്നോട് യുദ്ധം ചെയ്യുവാൻ? അതൊരു ദ്വന്ദ്വയുദ്ധമാണ്. എന്നെ തോൽപ്പിച്ചാൽ ആ ദേശം നിങ്ങളുടേതാകും, നിങ്ങൾ തോറ്റാൽ നിങ്ങളുടെ ദേശം എൻ്റേതാകും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ സമയത്ത് മല്ലൻ എല്ലാം കൊണ്ടും കരുത്തനാണ്, ബലശാലിയാണ്.
ഒന്ന് വായിച്ച് 1 ശമൂവേൽ 17 4 മുതൽ 6 വരെ വായിച്ച്. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് ആ, എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. ഗോലിയാത്ത് എന്ന മല്ലൻ തന്റെ ഇടത്തോടെ വന്ന് നിവർന്നു നിൽക്കുകയാണ് മരുഭൂമിയിൽ. വായിക്കാം. അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. കണ്ടാൽ തന്നെ പേടിച്ചു പോകും. 6 മുഴവും 1 ചാനും നെടുപ്പമുള്ളവനായിരുന്നു, തലപൊക്കി നിൽക്കുന്നവൻ. വായിക്കാം. അവന് തലയിൽ ഒരു താമര ശിരസ്ത്രമുണ്ടായിരുന്നു. തലയിൽ താമര ശിരസ്ത്രം. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമര കവചവും ധരിച്ചിരുന്നു. നല്ല ബലവത്തായിരിക്കുന്ന ഒരു കവചം ധരിച്ചിരുന്നു. അവന് താമരം കൊണ്ടുള്ള കാൽച്ചട്ടയും ദൈവത്തിന് സ്തോത്രം. വായിച്ചു. ചുമലിൽ താമരം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. ആ, അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ആയിരുന്നു. ദൈവമക്കളെ, ആ വ്യക്തി നടന്ന് വന്ന് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും ഭയവികലരായി പോകും. പക്ഷേ ആ കരുത്തനായ മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനോട് എതിരിടുവാനായി അഭിമുഖീകരിക്കുവാൻ ചെല്ലുന്നത് നിസ്സാരനായിരിക്കും ദാവീദാണ്, ബാല്യക്കാരനായിരിക്കും ദാവീദാണ്. 17 അധ്യായത്തിന്റെ 42 41 വായിച്ച്. ഫെലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. ഈ ചെറുപ്പക്കാരനായ കൊച്ചൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ പുച്ഛമായിരുന്നു ഗോലിയാത്തിന്. അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും സുന്ദരനും കോമള രൂപനുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പാവം, ഇവനെ ഞാൻ പിച്ച് ചീന്തേണ്ടി വരുമല്ലോ. പക്ഷേ ദാവീദ് ഏത് ധൈര്യത്തിലാണ് മല്ലിട്ടത്? എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. നിന്നെ കൊണ്ട് വല്ലതും പറ്റുമോ? ചേട്ടന്മാർ പോലും അവനെ ശാസിച്ചു. പക്ഷേ അവനൊരു ബലമുണ്ടായിരുന്നു. ഈ നിസ്സാരനായ ചെറുപ്പക്കാരനായ ബാല്യക്കാരനൊരു ബലമുണ്ടായിരുന്നു. 17:45 വായിച്ച്. നിങ്ങൾ കേൾക്കണമത്. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. നീ വാളും കുന്തവും വേലുമായി ആയുധവർക്കം ധരിച്ച് എന്റെ പിന്നാലെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രയേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ദൈവത്തിന് മഹത്വം. എന്റെ കയ്യിൽ നിനക്ക് കാണാൻ സാധ്യമല്ലാത്തതായ ഒരു കരുത്തുള്ള ആയുധമുണ്ട്. അതൊരു നാമമാണ്. ദൈവത്തിന് സ്തോത്രം. അതെല്ലാ നാമത്തിനും മേലായ നാമമാണ്. അത് സർവശക്തിയുള്ള നാമമാണ്. ഹല്ലേലൂയ. ആ നാമം എൻ്റെ ചങ്കിനകത്ത് വസിക്കുന്നുണ്ട്. യഹോവയുടെ നാമത്തിൽ വരുന്നു. 17:37 വായിച്ച്. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. എന്റെ കരുത്തൊന്നുമല്ല, എന്റെ ബലമൊന്നുമല്ല, എന്റെ ആരോഗ്യമൊന്നുമല്ല, എന്റെ ശേഷിയും ശേമുഷിയുമല്ല, എൻ്റെതായ യാതൊരു ആയുധങ്ങളുമല്ല. ഞാൻ അനുഭവിക്കുന്ന ഒരു ദൈവമുണ്ട്. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും ബലഹീനനായ ഈ ആട്ടിടൻ, ഈ ബാലൻ ആടുകളെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ ദൈവം എനിക്ക് കരുത്ത് തന്നു. ചെന്നായും കരടിയും എന്നെ പിച്ചി ചീന്തുകയല്ല ചെയ്ത്, ഞാൻ അവരിൽ നിന്ന് എൻ്റെ ആടുകളെ രക്ഷിക്കുകയാണ് ചെയ്തത്. എനിക്കിച്ചിരി അനുഭവ സമ്പത്തുണ്ട്. അതെന്താണ്? ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു നാമമുണ്ട്, ചാരാൻ കൊള്ളാവുന്ന ഒരു നാമമുണ്ട്, ബലഹീനതയിൽ ശക്തി പകർന്നത് കരുത്ത് തരുന്ന ഒരു നാമമുണ്ട്. ഹല്ലേലൂയ. അത് യഹോവയുടെ നാമമാണ്. അത് യഹോവയുടെ നാമമാണ്. ദൈവമക്കളെ, നിങ്ങൾക്ക് അതിൻ്റെ രുചി കിട്ടുന്നുണ്ടോ? വാർദ്ധക്യത്തിലേക്ക് പാവപ്പെട്ട അടിയൻ വന്നു. ശാരീരികവും എല്ലാ തരത്തിലുള്ളതായ ബലവും കുറഞ്ഞു വരുന്നു. ഒരു ഡിക്ലൈൻ സ്റ്റേജാണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അകത്തൊരു ശക്തി പയ്യെ തിളച്ചു വരുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. എനിക്കൊരു സങ്കടമുണ്ട്. അതിനകത്ത് ഞാൻ ഒതുക്കി വച്ചിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് എനിക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശുവിനെ രുചിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഇത്രത്തോളം പോറ്റി പുലർത്തി നടത്തി പരിപാലിച്ച ശക്തി തന്ന് കാത്തു സൂക്ഷിച്ച നല്ലവനായിരിക്കുന്ന അരുമനാഥന്റെ ശക്തിയെ ഈ വാർദ്ധക്യത്തിലും അടിയന് ഘോഷിക്കാതിരിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 27-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം എന്താണ്? യഹോവ എന്റെ വെളിച്ചവും യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. അടുത്ത വാക്യം. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം. യഹോവ എന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊരു ധൈര്യമാണ് ദൈവമക്കളെ. മറ്റൊന്നിലേക്ക് നോക്കിയല്ല. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു വാക്യമുണ്ട്, സാത്താൻ ശക്തനാണ്,
പിശാചിന് കരുത്തുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ചേർത്ത് ഞാൻ ഒരു വാക്ക് പറയും, എൻ്റെ ദൈവം സർവശക്തനാണ്. അവൻ്റെ തലയെ ചതച്ചു കാൽവറിയിൽ. ദൈവത്തിന് സ്തോത്രം. ആ ജയാളിയായിരിക്കുന്ന കർത്താവായി യേശുക്രിസ്തു വസിക്കുന്ന ചങ്കുള്ള ദൈവമക്കളായി ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. പാവപ്പെട്ട ശിഷ്യന്മാർക്ക് ബലമൊന്നുമില്ല, വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല, വേറെ സഭയിലൊന്നും സ്വാധീനമൊന്നുമില്ല. പാവപ്പെട്ട മുഖ്യത്തൊഴിലാളികളാണ്. ദൈവത്തിന് സ്തോത്രം. അവർ പത്രോസിയായി യോഹന്നാശ്ലീഹായും കൂടി ഒരിക്കൽ സുന്ദരമെന്ന ദൈവാലയ ഗോപുരവാതിലിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. ദൈവമക്കളെ, അവിടെ ഒരു മുടന്തൻ ഇരിക്കുന്നുണ്ട്. ഭിക്ഷ അയച്ചുകൊണ്ടൊരു മുടന്തൻ. എഴുന്നേറ്റ് നടക്കാനോ ഒന്നിനും കഴിവില്ല. നന്ദിയോടെ സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ അത് വിവരിക്കുന്നുണ്ടല്ലോ. വളരെ വ്യക്തമായിട്ട് ആ ഭിക്ഷ അയക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, ആ മുടന്തനോട് പറഞ്ഞു, വെള്ളിയും പൊന്നൊന്നും ഞങ്ങൾക്ക് തരാനില്ല. ഞങ്ങൾ സാധുക്കളായ 2 ശിഷ്യന്മാരാണ്. പക്ഷെ ഞങ്ങൾക്ക് തരാനൊരു സമ്പത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ആ ശക്തി പത്രോസിയുടെ കരുത്തിൻ്റെ ബലമൊന്നുമല്ല. ആ ശക്തി അവനെ ബലപ്പെടുത്തി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ നാമം, ദൈവത്തിൻ്റെ നാമം. ഞാനിത് പറയുമ്പോൾ ശക്തിയുള്ള നാമമാണല്ലോ എന്ന് വിചാരിച്ച് ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ സ്കേവായുടെ മക്കൾ, അപ്പോസ്തലപ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ പറയും, ആ സ്കേവായുടെ മക്കൾ യേശുവിൻ്റെ നാമത്തിൽ ചില അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും എല്ലാം ചെയ്യാൻ നോക്കി. പക്ഷേ ആ ദുഷ്ടാത്മാവ് അവരുടെ മേൽ വീണ് അവരെ കടിച്ചു കീറിയതുപോലെയാക്കി. ഒന്ന് വായിക്കാമോ 19-13 മുതൽ? എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. യേശുവിന്റെ നാമം എടുത്ത് ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. അധികാരമുള്ളതായ ഒരു മഹാപുരോഹിതന്റെ 7 കരുത്തുള്ളതായ ആൺമക്കളാണ് യേശുവിന്റെ നാമത്തിൽ ചില വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ ഉദ്യമിച്ചത്. വായിക്കാം. ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. നിങ്ങൾ ആരാണ്? ഈ നാമം എടുക്കാൻ നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ചുണ്ടിൽ മാത്രമേ ഈ നാമമുള്ളൂ, നിങ്ങളിൽ ഈ നാമമില്ല. ഈ നാമത്തിന്റെ ശക്തി നിങ്ങൾ കൂടി വ്യാപരിക്കാൻ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സമർപ്പണമില്ല, ആരാധനയില്ല, വിശുദ്ധിയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദി നെയിം ഓഫ് ഗോഡ്, ദി നെയിം ഓഫ് ലോർഡ്, യേശുക്രിസ്തുവിന്റെ നാമത്തിന് കരുത്തുള്ള ശക്തിയുണ്ട്. ബട്ട് റിമെമ്പർ, യൂസ് ഇറ്റ് കെയർഫുള്ളി. തോന്നിവാസം ആർക്കും പറയാവുന്ന, എടുക്കാവുന്ന, ഉപയോഗിക്കാവുന്ന ഒരു ആയുധമല്ല യേശുവിന്റെ നാമം. ദൈവത്തിന് സ്തോത്രം. യൂസ് ദി നെയിം ഓഫ് ജീസസ് ക്വൈറ്റ് കെയർഫുള്ളി. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഒരു കാര്യം, ആ ശക്തി നിങ്ങൾ വ്യാപരിക്കണമോ? വേറെ നാമമില്ല. എല്ലാ നാമത്തിനും മേലായ നാമം, ഏറ്റവും കരുത്തുള്ള നാമം. 2 തീമോഥെയോസ് 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അനുഭവ സമ്പത്തുള്ള പൗലോസ്ലീഹ പ്രിയനായിരിക്കുന്ന തീമോഥെയോസിനെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ അറിവിലോ ജ്ഞാനത്തിലോ എന്നോടുള്ളതായ ബന്ധത്തിൽ നിന്ന് കിട്ടിയതായ പരിചയ സമ്പത്തിലോ ഒന്നുമല്ല ആശ്രയിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ക്രിസ്തുവിൽ നീ ബലപ്പെടുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയിൽ ബലപ്പെടുക. ബി സ്ട്രോങ് ഇൻ ദി ഗ്രേസ്. ആദ്യം നമ്മൾ കണ്ടു, ബി സ്ട്രോങ് ഇൻ ദി നെയിം ഓഫ് ലോർഡ്. രണ്ടാമത്തെ, ബി സ്ട്രോങ് ഇൻ ദി ഗ്രേസ്. ഹല്ലേലൂയ. പൗലോസ് പറയും, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. അത് കേട്ട നാൾ മുതൽ മതി 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 എന്നൊരു വ്യക്തമായ ബോധ്യം പൗലോസിലേക്കുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വേറെ ആരിൽ നിന്നുമല്ല, താണ് കൃപയിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ വിനയത്തോടെ ആവലോടെ കാത്തിരിക്കുമ്പോൾ ബലപ്പെടുത്തി തരുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. 2 കൊരിന്ത്യർ 3:6 വായിച്ച്. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി
അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. ആ അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ പറയുന്നത് അവർ പവർ കംസ് ഫ്രം ഗോഡ്. ദൈവത്തിന് മഹത്വം. നമ്മുടെ ശക്തി ദൈവത്തിൽ നിന്ന് വരുന്നു. കൃപയിൽ ശരണപ്പെടണം, കൃപയിൽ ആശ്രയിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ എത്ര മനോഹരമാണ് ദൈവമക്കളെ. അത് ബലഹീനതയിലാണ് തികഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ കൃപയിൽ 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 വിനയത്തോടെ ആശ്രയിച്ച് ശക്തിപ്പെടുക, കൃപയിൽ ബലം കിട്ടും. എഫേസർ 6-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ വായിച്ച്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. കർത്താവിലും അവന്റെ അമിത ബലം. ആ വാക്കുകൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഹല്ലേലൂയ. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ബി സ്ട്രോങ് ഇൻ ദി ലോർഡ്. അതിന് എന്ത് വേണമെന്നാണ് തുടർന്ന് വായിക്കാം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ആയുധധാരികളായി നമ്മൾ നിൽക്കണം. ആരെ വിഴുങ്ങുണ്ട് എന്ന് വിചാരിച്ച് അലറി ഊടാടി നടക്കുന്ന ശത്രുവുണ്ട്. എവിടെയെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ അകത്ത് കയറി നശിപ്പിക്കുവാൻ, വാടുകോരി നശിപ്പിക്കുവാൻ തക്കം നോക്കി നടക്കുന്നൊരു ശത്രുവുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളണം. റോമർക്ക് ലേഖനത്തിൽ പറയും, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. യേശുക്രിസ്തുവിനെ ഉടുത്ത ദൈവമക്കൾ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ധരിച്ച പിതാക്കന്മാരെന്ന് സഭയിലെ പിതാക്കന്മാരെ വിളിക്കും. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അടയാളമുള്ളതായ ദൈവമക്കൾ. സംഹാരകൻ വരുന്നു. വാളും വടിയും ആയുധങ്ങളുമായിട്ടല്ല അവനെ നേരിടുന്നത്. അവൻ വരുമ്പോൾ കാണുന്നത് രക്തത്തിൻ്റെ അടയാളമുള്ളതായ അവയവങ്ങളാണ്. ഈ അടയാളമുള്ള ഒരുത്തിനെയും തോട്ടരുത്. ആ രക്തം ഇന്ന് മാർന്നലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രക്തത്തിൽ അഭയം പ്രാപിച്ച ദൈവമക്കൾ, ആ രക്തത്തിൻ്റെ വലയത്തിനുള്ളിൽ സംരക്ഷണം നേടിയതായിരിക്കും ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവായ യേശുക്രിസ്തുവിലും അവൻ്റെ അമിത ബലത്തിലും നാം ഓരോരുത്തരും ശക്തിപ്പെടണം. സർവായുധ വർഗം ധരിക്കണം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ദ ബെസ്റ്റ് പ്ലേസ് ടു ലിവ് ഇൻ, അതെവിടെയാണ്? ദാറ്റ് ഈസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചങ്ക് നമുക്ക് വേണ്ടി തുറന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ആ തുറക്കപ്പെട്ട ശങ്കിലൂടെ നമുക്ക് അകത്ത് പ്രവേശിക്കാം. അതിനെന്ത് വേണം? ഞാനങ്ങ് ചെറുതാകണം. ഞാനങ്ങ് ചുരുങ്ങി അരുമനാഥൻ്റെ തിരുവിലാവിനകത്തങ്ങ് ഒളിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ദാറ്റ്സ് ദി സേഫസ്റ്റ് പ്ലേസ് ഇൻ ദിസ് ബയോളജിക്കൽ വേൾഡ്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ ഒളിച്ചിരിക്കുന്ന ദൈവമക്കൾ സുരക്ഷിതരാണ്. രക്തമടയാളമുള്ള ദൈവമക്കൾ സുരക്ഷിതരാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ശക്തിയിൽ ബലപ്പെട്ട ദൈവമക്കളെ വീഴ്ത്തുവാൻ കരുത്തുള്ള ഒരു സാത്താനും എണ്ടകടാകത്തിലില്ല. ഒരു കാര്യം നിങ്ങളോട് വ്യക്തമായി പറയട്ടെ. ഞാൻ ഈ പറഞ്ഞ എല്ലാം മറന്നാലും ഒരു കാര്യം ഓർത്തോളണം. ഒരു ദൈവവൈതലിൻ്റെ ബലം ഇന്നും ഉയർത്തുന്ന ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാൻ ആവർത്തിച്ച് പറയും, ദി ലോർഡ്സ് മൈറ്റി പവർ. The Lord's mighty power. Hallelujah. The power of my sweet Jesus. യേശുക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങൾ ബലപ്പെടുന്നുണ്ടോ? യേശുക്രിസ്തു നിങ്ങൾ പെറ്റുവീണ് കിട്ടി അത് മായമില്ലാത്ത പാൽ കുടിച്ച് വളരുന്നുണ്ടോ? യേശുക്രിസ്തു നിങ്ങൾ ബലശാലികളാണോ? ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. 1, ദൈവത്തിൻ്റെ നാമത്തിലുള്ളതായ ബലം. 2, ദൈവത്തിന് സ്തോത്രം കൃപയിലുള്ളതായ ബലം. 3, ബി സ്ട്രോങ് ഇൻ ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിലും സർവായുധവർഗത്തിലുള്ളതായ ബലം. 4-ാമത്തെ കാര്യം എന്താണ്? മത്തായി 4:4 വായിച്ച്, അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, പിന്നെ എന്താണ് മനുഷ്യന്റെ ബലം? ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് വലിയൊരു ശക്തിയാണ്. എന്താണ്? ദൈവത്തിന്റെ വചനത്താലുള്ളതായിരിക്കുന്ന ബലം, വചനം. അതാണ് പത്രോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അനേകർ ഇന്ന് ബലമില്ലാത്തതായ ശിശുക്കളെപ്പോലെ ഒന്നും ചെയ്യാൻ കഴിവില്ലാതെ തളർന്നു കിടക്കുകയാണ്.
എന്തു വേണമെന്നാ പറയുന്നു? 1 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 3 വരെ. ആകയാൽ സകല ദുഷ്ടതയും ആ എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോകുന്ന പാപത്തോടും പാപരാഗ മോഹങ്ങളോടും യാത്ര പറഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ ആ. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വളർന്ന് വാഞ്ചിപ്പിൻ. ബലപ്പെടുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഇന്ന് കേൾക്കുന്ന അനേക വചനങ്ങളും പ്രഘോഷണങ്ങളും മായം ചേർത്ത പാലാണ്, വിഷം കലർത്തിയതായ പാലമാണ്, അല്ല എങ്കിൽ ഡയല്യൂട്ടാണ്. ഒരു നിർമ്മല സുവിശേഷം ഘോഷിക്കപ്പെടുന്ന രംഗം ഇന്ന് വളരെ ചുരുക്കമാണ്. അതല്ലെങ്കിൽ പലപ്പോഴും അനുഭവിച്ചുകൊണ്ടല്ല പറയുന്നത്. കുഞ്ഞാടിന് രക്തത്തിന്റെ ശക്തിയെക്കുറിച്ചും കാൽവറി ഒരുക്കിയതായ രക്ഷയെക്കുറിച്ചും ഒരു ദൈവജൽ ഘോഷിക്കുന്ന സമയത്ത് ആ രക്തത്തിന്റെ ശക്തിയുടെ വ്യാപാരം ആ വ്യക്തിയിൽ നിറഞ്ഞു നിൽക്കണം. രക്ഷയുടെ സന്തോഷത്തിന്റെ നിറവ് ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നന്ദിയോടെ സ്തോത്രം. പക്ഷേ നാമോ ആ വചനത്താൽ നമ്മൾ ശക്തി പ്രാപിക്കണം. ശരീരം ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തിക്ക് ദൈവമക്കളെ ഭക്ഷണം വേണ്ടേ ബലപ്പെടാൻ? ഒന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണ്ടേ? ഏതാണ് അവസ്ഥയിൽ ഈ ഭക്ഷണം? യേസ്കൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയും, ചുരുളിൻ്റെ കാര്യം പറയും. വെളിപ്പാട് 10-ലും പറയും. അത് വായിച്ചേ. യെഹെസ്കേൽ 3:1 വായിക്കാം. യെഹെസ്കേൽ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 3:1. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക, നീ കാണുന്നത് തിന്നുക. ഈ ചുരുൾ തിന്നിട്ട്. കേട്ടോ എല്ലാവരും ശ്രദ്ധ വെച്ച് കേട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ ചുരുൾ തിന്നണം. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാടിൽ അത് തന്നെ പറയുന്നുണ്ട്. 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. 10-ാം അധ്യായത്തിന്റെ അനേകർ വചനം കേൾക്കുന്നുണ്ട്, അനേകർ വന്നിരിക്കുന്നുണ്ട്, വചനത്തിന് വേണ്ടി ഓടി നടക്കുന്നുണ്ട്. ശരിയാണ്. പക്ഷെ ഇത് ആഹാരം പോലെ നിങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ടോ? യാക്കോബ് പറയും, ഉൾനട്ട വചനം. വായിച്ചേ, 10:9 വായിച്ചേ. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറുപുസ്തകം തരുവാൻ പറഞ്ഞു. ആ ചെറുപുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക. നീ ഇത് വാങ്ങി തിന്നുക. ഈ മക്കളെ, ഹല്ലേലൂയ. കൃപയാൽ ദൈവവചനം സത്യത്തിൽ മായം ചേർക്കാതെ കിട്ടുന്ന രംഗത്തല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്? സത്യസുവിശേഷത്തിന്റെ മർമ്മം വെളിപ്പെടുന്ന രംഗത്തല്ലേ വന്നിരിക്കുന്നത്? ഇവിടെ മറ്റൊന്നിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഞങ്ങളോ രക്ഷ ഒഴുകി വരുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. ആ ക്രൂശിലേക്ക് നിങ്ങൾ നോക്കി. കർത്താവായ യേശുക്രിസ്തു വേദനയോടെ പിടയുന്നതായ സമയത്ത് ഒഴുകി വന്ന 7 വചനങ്ങൾ ഒന്ന് വായിച്ചാൽ ശക്തി കിട്ടുകയില്ലേ? അത് രക്തം പുരണ്ട ശബ്ദമല്ലേ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ഭക്ഷണം നിങ്ങൾ മുടക്കാറുണ്ടോ? ഇന്ന് നിങ്ങൾ വന്നു, ഈ യോഗം കഴിഞ്ഞു, ഭക്ഷണം കഴിക്കുകയില്ലേ? വൈകിട്ടും കഴിക്കുകയില്ലേ? രാവിലെയും കഴിക്കുകയില്ലേ? മുടങ്ങാതെ ഈ വചനം ചുരുൾ നിങ്ങൾ തിന്നുകൊള്ളണം. 1 പത്രോസിൽ നമ്മൾ വായിച്ചല്ലോ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം അത് ശിശുക്കൾ പാൽ കുടിക്കുന്നത് പോലെ മായമില്ലാത്ത പാൽ കുടിച്ച വചനം. ദൈവത്തിന് സ്തോത്രം. വചനം അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ഭക്ഷണമാണ്. നിങ്ങൾ മുട്ടുമേലിരുന്ന് വായിക്കണമെന്ന് ഞാൻ പറയും. നിങ്ങൾ ധ്യാനിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഉരുവിടണം. കർത്താവായ യേശുക്രിസ്തുവിനെ ശത്രുവിൽ നിന്ന് ജയിക്കുവാൻ പരീക്ഷകൻ വന്നപ്പോൾ ജയിച്ചെങ്ങനെയാണ്? വചനത്താലാണ്. വചനത്തിൻ്റെ ബലം നിസാരമല്ല. മനപ്പാഠം നിങ്ങൾ പഠിക്കണം. ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്നും ചൊല്ലി കൊടുക്കാറുണ്ട്. ഞാൻ പറയട്ടെ, എല്ലാ ദിവസവും ദൈവത്തിന് സ്തോത്രം ഈ വചനം നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും നിങ്ങൾ മനപ്പാഠം പഠിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ. യെശയ്യാ 40:29-31 വരെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന ഈ ദൈവമക്കൾ ബലശാലികളായിരിക്കണം. യെശയ്യാ 40:29-31 വരെ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തിക്ക് ശക്തി തരുന്നത് എങ്ങനെയാണ് ദൈവം? വായിച്ചേ. ബലമില്ലാത്തവനെ ബലം വർദ്ധിപ്പിക്കുന്നു. ബലമില്ലാത്തതിനെ ബലം വർദ്ധിപ്പിക്കുന്നു. എങ്ങനെ? ബാലിക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കുറുക്കൊഴി യാതൊന്നുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. കാത്തിരുന്ന് ശക്തി പ്രാപിക്കണം, കാത്തിരുന്ന് ബലം പ്രാപിക്കണം. ക്ഷീണിതനാണോ? കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. കാത്തിരുന്നാൽ ഉയർത്തുന്നതായ ശക്തി പെന്തക്കോസ്തിൽ ഇറങ്ങിയതുപോലെ നിങ്ങളുടെ മേൽ ഇറങ്ങും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. പൗലോസിലെ എഫേസർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്.
ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ശരീരത്തിൻ്റെതായ ശക്തിയുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. അറിവിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ ബലമല്ല ഞാനീ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ രോഗികളാണേലും വേണ്ടില്ല, എഴുന്നേറ്റ് നടക്കാൻ പറ്റുപോലും ഇല്ലെങ്കിലും അകത്തെ മനുഷ്യൻ ജ്വലിച്ച് പ്രകാശിച്ച് നിൽക്കണം. കാൽവറിൽ കത്തിയതായ സ്നേഹത്തിന്റെ തീ കാത്തിരുന്ന് 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 പ്രാപിച്ച് നമ്മളിലും അത് ജ്വലിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ ശക്തി അകത്ത് കത്തുന്നുണ്ടെങ്കിൽ ഏത് രംഗത്തും നമുക്ക് ജ്വലിച്ച് പ്രകാശിക്കാൻ സാധിക്കും. പൗലോസ്ലീഹായെയും ശീലാസിനെയും കാരാഗൃഹത്തിലാക്കി. ശരിയാണ്, കാലാമത്തിലാണ്, ശരീരമടിച്ച് കീറിയിട്ടുണ്ട്. പിറ്റേ ദിവസം കഴുത്ത് വെട്ടും പൗലോസ്ലീഹയ്ക്ക് ഉറപ്പാണ്. പക്ഷെ അകത്തൊരു ശക്തിയുടെ ബലം കരുത്തോടെ നിൽക്കുകയാണ്. പ്രാർത്ഥിച്ചു, സ്തുതിച്ചു. ദൈവത്തിന് സ്തോത്രം. ചങ്ങലകൾ പൊട്ടിക്കാൻ തക്കമുള്ളതായ ശക്തി. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി, വാതിലുകൾ തുറന്നു. ദൈവമക്കളെ, കൊതിയോടെ അടിയൻ ഒന്ന് നിങ്ങളോട് പറയട്ടെ, ഒന്ന് ശക്തിപ്പെടാം, ഒന്ന് ബലപ്പെടാം, ഒന്ന് കാത്തിരിക്കാം, ഒന്ന് ശുദ്ധീകരണം പ്രാപിക്കാം. നന്ദിയോടെ സ്തോത്രം. ആത്മാവിൽ നിറയാം, ജ്വലിച്ച് പ്രകാശിക്കാം, സ്തുതി എന്ന മേലാട് ധരിക്കാം. ആരാധനയുടെ ശബ്ദം നമ്മുടെ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഉയരട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആ ബലമെന്ന് പറയുന്നത് വിശുദ്ധിയാണ്. ബലമെന്ന് പറയുന്നത് വിശുദ്ധിയാണ്. ആ വിശുദ്ധി വേണമോ? കാൽവറിയിലെത്തി നമ്മൾ കത്തണം. അതിന് പൊന്നുതമ്പുരാൻ കൃപ ഒന്ന് സഹായിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം.